സുഹൃത്തുക്കളെ, മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 2-3-4 ദിവസങ്ങളിലായിട്ട് നിങ്ങളെല്ലാവരുടെയും മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ബസ്സിൽ വെച്ച് കണ്ട് ഒരു താത്ത വ്ളോഗറെ, ഇവള് വ്ളോഗറാണോ പറയാനും കൂടി പറ്റണില്ല, അമ്മാതിരി വാക്കാണ് വായിൽ വരുന്നത്. നമ്മളും കൂടി അതിൽ വീണ് പോയിട്ടുണ്ട്. ആ വ്ളോഗർ ബസ്സിൽ വെച്ച് ഒരാൾ എന്തോ തൊട്ടുവെന്നോ അല്ലെങ്കിൽ എന്തോ കാട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ എങ്ങനെയൊക്കെ പൊതുമധ്യത്തിൽ അപമാനിക്കാൻ പറ്റും, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇട്ട് റീച്ച് ഉണ്ടാക്കിയതാണ് ഈ പെണ്ണ്. സത്യം പറഞ്ഞാൽ നമ്മളും വീണുപോയി. കാരണം വീഡിയോസിൻ്റെ ചില ഭാഗം സൂം ചെയ്തിട്ടും സ്ലോ ആക്കിയിട്ടൊക്കെ കാണിച്ചപ്പോൾ ഇവളുടെ ഭാഗത്താണ് തെറ്റെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത എന്താ അറിയോ, ആ ബസ്സിലുണ്ടായിരുന്ന ആ വ്യക്തി ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഉറപ്പായിട്ട് ഈ ഭൂമിയിൽ നിന്ന് അനുഭവിച്ചിട്ടേ പോവുള്ളൂ. പടച്ച തമ്പുരാൻ മേലെ ഉണ്ടെങ്കിൽ ഈ ചെയ്തതിനൊക്കെയും 1-2-3 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമല്ല, ലോകത്ത് എവിടെ മലയാളീസ് ഉണ്ടോ ഓരൊക്കെ ഈ വീഡിയോ ഇട്ട് കണ്ട് കാണിപ്പിച്ചു. ഏകദേശം 10 ലക്ഷത്തോളം ആൾക്കാർ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ 10 ലക്ഷം ആൾക്കാർ വേറെ 10 ലക്ഷം ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ചെയ്തത് ഒരു വൻ പാപാണ്. ഭൂമിയിൽ നിന്ന് എത്രയൊക്കെ നരകിക്കാൻ പറ്റും അത്രയൊക്കെ നരകിച്ചിട്ടേ ഈ പോവുള്ളൂ. കാരണം ഒരാളുടെ ജീവനാണ് അതിനെ 4 വ്യൂസിനും ലൈക്കിനും വേണ്ടിയിട്ട് ഈ എടുത്തിട്ടുള്ളത്. ഉറപ്പാണ് മോളെ, ഈ ഭൂമിയിൽ നിന്ന് അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ ചെറിയ അനുഭവം എന്നല്ലേ ഈ കാര്യം. ഞാൻ പറഞ്ഞില്ല, അമ്മാതിരി അനുഭവിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോളും. മരിച്ചു കഴിഞ്ഞാലും അണക്ക് സമാധാനം ഉണ്ടാവില്ല. ഈ ഇൻസ്റ്റഗ്രാം വ്ളോഗറെ പേര് പോലും പറയാൻ എനിക്ക് മടിയാണ്. കാരണം അത്രക്കൊരു ദുഷിച്ച മനസ്സിൻ്റെ ഉടമയാണ്. 4 വ്യൂസിനും ലൈക്കിനും വേണ്ടിയിട്ട് ഒരാളുടെ ജീവനാണ് ഈ പെണ്ണെടുത്തിട്ടുള്ളത്. ഇവരെ കുടുംബത്തിൻ്റെ നഷ്ടത്തിന് ആര് സമാധാനം പറയും? ഒരു വീഡിയോ കാരണമാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത്. സ്വാഭാവികം. കാരണം ഒരു ചാപ്പ വീണ് കഴിഞ്ഞാൽ മരിക്കോളം ആ ചാപ്പുണ്ടാവും. ഒരാൾ ഇടിച്ചു കഴിഞ്ഞാൽ അയാൾ മരിക്കോളം മോഷ്ടാവുന്നുള്ള ചാപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാളെ അടിയിൽ എങ്ങനെ നടക്കും ഇയാൾ ഭാവിയിൽ? നമ്മൾ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. ക്ഷമ ചോദിക്കുകയാണ്, ഒരു 100 വട്ടം ക്ഷമ ചോദിക്കുകയാണ്. കാരണം അറിയാതെ പെട്ടുപോയതാണ് ഈ പെണ്ണിൻ്റെ ഈ ഒരു കെണിയിൽ. കാരണം എന്താ അറിയോ, ഇവൾ ഇത്രത്തോളം ദൂഷിച്ച മനസ്സിൻ്റെ ഉടമയാണെന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. താങ്കളുടെ ഭാഗത്തായിരുന്നു ശരി. ഈ പെണ്ണിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ വരണം. എതിർ സ്ഥാനത്ത് പെണ്ണായതുകൊണ്ട് അതിലെന്തെങ്കിലും ഇവളോടുള്ള കലിപ്പ് തീരുന്നില്ല. എതിർ സ്ഥാനത്ത് ഇപ്പോൾ ഒരാണാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അവിടെ നടക്കുക? എതിർ സ്ഥാനത്ത് ഈ പെണ്ണായതുകൊണ്ട് ഈ കേസിന് തുമ്പും വാലില്ലാതാവരുത്. ശക്തമായിട്ടുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റം നൽകിയിട്ട് ഇവളെ ജയിലിൽ അടക്കണം. ഇല്ലെങ്കിൽ നാളെ ഇതേപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. ബസ്സിൽ 2 സെൽഫി സ്റ്റിക്കും ചുണ്ടുമ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കും തേച്ച് കണ്ട് ഇറങ്ങിയിട്ട് ഇന്ന തൊട്ടേന്ന് പറഞ്ഞു കണ്ട് ഇപ്പോൾ വീഡിയോ ഉണ്ട്. ഒരു സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. ശക്തമായ നിയമ നടപടികൾ ഇതിനെതിരെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. ഇതേപോലുള്ള ആത്മഹത്യകൾ ഇനിയും വരും. ഈ ചെയ്തു പോയിട്ടുള്ള കുറ്റം അതിനി എത്ര പ്രായശ്ചിത്തം ചെയ്തിട്ടും അനക്ക് ഒരു കാര്യമില്ല. കാരണം എന്താ പറയുക, ഒരാളുടെ ജീവനാണ് ഈ എടുത്തത്. 4 ലൈക്കിനും വ്യൂസിനും മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ട്. അതിന് ഈ ഭൂമിയിൽ നിന്ന് സമാധാനം പറയാതെ ഈ പോവില്ല. ഞാൻ ഓളെ പേരൊന്ന് പറയും, കാരണം എനിക്ക് പേര് പറയാൻ അറപ്പും വെറുപ്പാണ്. ഒരുപാട് ആൾക്കാരെ ഈ തെറ്റിദ്ധരിപ്പിച്ചിരിക്കണ്, ഒരുപാട് ആൾക്കാരെ ഈ വീഡിയോ കാണിപ്പിച്ചു. ആരൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ കുറ്റങ്ങളൊക്കെ കണക്ക് തന്നെ ഈ ഭൂമിയിൽ നിന്ന് അനുഭവിക്കുകയും ഒരു സംശയമില്ല. പിന്നെ അധികാരികൾ ദയവായിട്ട് ഇവളെ ജയിലിലടക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം എന്താ പറയുക, ഈ ഒരു സംഭവം ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ആരായാലും